ഹലോ, എല്ലാവർക്കും ദേവ്സ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുഞ്ഞിൻ്റെ റാഗി കൊടുക്കുന്നതാണ്. ഇന്നലെ ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ അത് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആള് നല്ല രീതിയിൽ കുറുക്ക് കുടിച്ചു. ഇന്നലെ തിക്കായിപ്പോയി. മേ ബി അതായിരിക്കും റീസൺ. ആൾ കുടിക്കാത്തതിൻ്റെ റീസൺ അതായിരിക്കും. ഇച്ചിരി തിക്കായിപ്പോയി. പക്ഷെ ഇന്ന് നല്ല ലൂസാക്കിയിട്ട് ഞാൻ കൊടുത്തു. അവൻ കുറച്ചിലൊരുവിധം കുടിച്ചു. അപ്പോൾ ഞാൻ കൊടുക്കാൻ പോവാണ്. ഇതുപോലെ ഞാൻ സ്പൂണിൽ കൊടുത്തപ്പോൾ അവനിഷ്ടമായി, കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നല്ല ഹാപ്പിയായി. എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഇന്നലെ നല്ല വിഷമമായിരുന്നു. ഞാൻ രാവിലെ പറയുന്നുണ്ടായിരുന്നു അവൻ കുറുക്ക് കുടിച്ചില്ലല്ലോ എന്ന്. പക്ഷെ ഇപ്പോൾ എന്തോ എനിക്ക് ഒരുപാട് സന്തോഷം. അങ്ങനെ അതെനിക്ക് സക്സസ് ആയി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ കഞ്ഞി ഇതുപോലെ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഇതുപോലെയായിരുന്നു കൊടുത്തത്. ചോറും കഞ്ഞിവെള്ളം അടിച്ച് നന്നായിട്ട് കൊടുത്തു, ഉപ്പൊന്നും ഇടാതെ. പക്ഷെ അവൻ കുറച്ച് കുടിച്ചു കേട്ടോ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ടൈമിൽ കൊടുത്തപ്പോഴത്തേക്ക് ആൾക്ക് നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. ഇനി ദഹിക്കും. ഇനി കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനിയിപ്പോൾ ലഞ്ച് നല്ല ലേറ്റായിട്ട് ഇനി കൊടുക്കാമെന്ന് ചോദിച്ചു. 2 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും. ഇനിയിപ്പോൾ എന്തായാലും ഇത്ര നല്ലതായിട്ട് കുടിച്ചത് കൊണ്ട് ആൾ നല്ലതായിട്ട് ഉറങ്ങും. സുഖമായിട്ട് ഉറങ്ങട്ടെ. കുട്ടികൾ ഉറങ്ങുന്ന ഏറ്റവും നല്ല കാര്യമല്ലേ. അവർക്ക് ഇനിയും വേണം തോന്നുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മധുരം ഞാൻ പനങ്കൽക്കണ്ടം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതേ ചേർക്കാവുള്ളൂ. നമ്മുടെ ഡോക്ടറും പറഞ്ഞിരുന്നു അത് ചേർത്തോളാൻ. അത് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. ഷുഗർ ഞാൻ ആഡ് ചെയ്തിട്ടേ ഇല്ല. ദേവ്മോക്കും ദേവേട്ടനും ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടേ ഇല്ല. പനങ്കൽക്കണ്ടായിരുന്നു മൊത്തം കൊടുത്തിരുന്നത്. ഇനിയിപ്പം നമുക്ക് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാമല്ലോ, കുഞ്ഞിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മമാർക്ക് ഫുഡ് കഴിക്കുന്നത്, കുട്ടികൾ ഫുഡ് കഴിക്കുന്നത് ഭയങ്കര തൃപ്തിയാവുമല്ലോ. അവർക്കല്ലെങ്കിൽ വിഷമാവില്ല, അയ്യോ കഴിച്ചില്ലല്ലോ എന്നുള്ളൊരു ഇത് വരില്ലേ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് കൊടുക്കും, പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കും. ഇതിപ്പോൾ കുറേ ആയി ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നേ. ആൾ വിശന്നെന്ന് തോന്നുന്നു. കുളിച്ചിട്ട് വന്നിട്ട് ഉറങ്ങിയിട്ട് ഉണർന്നപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുത്തത്. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഉടനെ ഞാൻ കൊടുത്തില്ല. സാധാരണ ഞാൻ ഉറങ്ങി എണീറ്റ് വരുമ്പോൾ ഞാൻ ഫീഡ് ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫീഡ് ചെയ്യാനുള്ള ആൾ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. കുറച്ച് നേരം ടോയ്സൊക്കെ വെച്ച് കളിപ്പിച്ചു. ഇടയ്ക്ക് ഞാനിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. പക്ഷെ ആൾക്ക് നിപ്പിൽ വെച്ചിട്ട് കുടിക്കാൻ അറിയില്ല. ഞാനിത് ശീലിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഞാനൊന്ന് എടുത്തതേ. പക്ഷെ ഞാൻ മോനും ഗ്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇത് തന്നെ ഞാൻ ചെയ്യുള്ളൂ. ഇതിപ്പോൾ ആൾക്ക് അറിയുന്നില്ല എങ്ങനെയാണ് കുടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ ഞാൻ ട്രൈ ചെയ്യിപ്പിക്കത്തേ ഉള്ളൂ. ശീലിക്കുന്നത് ഗ്ലാസ്സിലാവട്ടെ, അതല്ലേ നല്ലത്. ആൾ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങോട്ട് കിട്ടണില്ല. കുറുക്കൊന്ന് കൊടുത്ത് നോക്കാം. കഴിക്കും എന്തായാലും വലിയ കുഴപ്പമില്ല. ഈശ്വര, ഇതുപോലെ അങ്ങ് പോവട്ടെ. ഹലോ ഗായ്സ്, ഞങ്ങൾ പിന്നെ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ കുറുക്കൊക്കെ കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞാപ്പിക്കിരി നല്ല സുഖമായിട്ട് ഉറങ്ങി ഉണർന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചോറ് കഞ്ഞിവെള്ളത്തിലടിച്ചത് കൊടുക്കണം. ഇന്നലെ അത് കുടിച്ചായിരുന്നു, ഉപ്പൊന്നുമില്ലാതാണ് കുടിച്ചത്. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കുറച്ചവൻ കുടിച്ചു. ഇന്നും അതുപോലെ കുടിക്കില്ലയോ എന്ന് നമുക്ക് നോക്കാം. ബാക്കി വന്ന കൂരവ് ഞാനും രാവിലെ കുടിച്ചേ. കുറച്ചുണ്ടായിരുന്നുള്ളൂ. അവൻ ഒരുവിധം കുടിച്ചു. കുറച്ച് അവൻ്റെ വയറ് നിറയുന്ന പോലെ കുടിച്ചു. കുറച്ച് വെള്ളവും കുടിച്ചു. എന്നിട്ട് ഞാൻ എടുത്തുകൊണ്ട് നടന്നു. അവൻ ഉറങ്ങി. പിന്നെ ഉണർന്നതാണ് ഇത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം കാണാം. ഓക്കെ, കഴിക്കാൻ പോവാം. ചോറുണ്ണാൻ പോവാം. ഓക്കെ, ചോറുണ്ണാ. ഓക്കെ, റെഡി? ആർ യു റെഡി? ഓക്കെ. ഈ ചാടിത്തുള്ളി ഇനി പോകുമ്പോൾ നീ കുടിക്കോ ഇല്ലേന്ന് നമുക്കറിയില്ല, കണ്ടറിയാം. എന്തായാലും നമുക്ക് നോക്കാം. ഞങ്ങളിതാ ചോറടിച്ചത് കഞ്ഞി കുടിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇത്ര എടുത്തിട്ടുണ്ട്. ഇത്ര കുടിക്കില്ല. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ കൊടുത്തു നോക്കാം. കൊടുക്കുകയാണേ. ഉപ്പ് ആഡ് ചെയ്യാതെ എങ്ങനെ കുടിക്കുന്നോ എന്തോ. ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയോ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചോറും
ആ കഞ്ഞിവെള്ളം ഇട്ടടിച്ച് കഴിഞ്ഞാൽ എന്ത് ടേസ്റ്റ് ഉണ്ടാകാനാ. അയ്യോ, കുറച്ചൊക്കെ ഒരു ഇത്തിരി അരിയാഹാരം ഉള്ളിൽ ചെല്ലണമല്ലോ. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കാൻ പറ്റത്തില്ല. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ തരാം കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ഉപ്പ് വേണ്ട, തൊടുക വേണ്ടെന്നാണ് പറഞ്ഞത്. 1 ഇയർ കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ അടിപൊളി ഡോക്ടർ കേട്ടോ, ദിവ്യ ഡോക്ടർ. നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് പോലെ കേട്ടോ ഡോക്ടർ. ഇപ്പോൾ ഡോക്ടർ കിംസിലാണ്, നേരത്തെ മെമ്മിലായിരുന്നു. ആ ഡോക്ടറാണ് എൻ്റെ ഗൈനക്കിനെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ലക്ഷ്മി ഡോക്ടർ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞിരുന്നു ഇങ്ങനെ സോൾസ് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഡോക്ടർ ഭയങ്കര ഹാപ്പിയായി. കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. നാട്ടിൽ നമ്മൾ അച്ഛനെയും അമ്മയും ഒക്കെ കാണിച്ചു, അച്ഛന്മാരമ്മമാരൊക്കെ കാണിച്ചു, മക്കളെ കാണിച്ചു. അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു, അയ്യോ കുഞ്ഞ് കുടിക്കുന്നുണ്ടല്ലോ, ഇപ്പം നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്കിനി വാരി കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഹാപ്പിയായിട്ട് ഇരിപ്പുണ്ട്. കുട്ടികൾക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മമാർക്ക് ഫുള്ള് ബിസി ആയിരിക്കും. അവർ എപ്പോൾ എനിക്ക് മുന്നേ ഫുഡ് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഇന്നലെ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഞാൻ ഇന്നും ഇതുപോലെ ഞാൻ കൊടുത്തതേ ഉള്ളൂ. നൈറ്റ് ഞാനൊന്നും കൊടുത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സൊക്കെ കൊടുക്കാമെന്നാണ് ഡോക്ടർ. ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം കൂടെ ഉടനെ കൊടുക്കണ്ടല്ലോ. നാട്ടിൽ മക്കൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2 പേർക്ക് കൂടെ ഇങ്ങനെ ഫുഡ് കൊടുക്കണം, കുളിപ്പിക്കണം, കഴിപ്പിക്കണം, ഓടിക്കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുപറ്റി? നമ്മൾ കുറച്ച് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചിങ്ങനെ ഇതിലൊക്കെ ഉണ്ടോ, കുറച്ച് നമ്മൾ ആക്കുന്നതേ ഉള്ളൂ. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങളിത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇതൊക്കെ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. സെയിം ഇന്നലത്തെ ഇത് തന്നെ ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അടുത്തിനി എന്തെങ്കിലും ഒരു പുതിയൊരു ഫുഡും കൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ ബൈ ബൈ, സി യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ പറ, സി യു, ടാറ്റാ. ഇനിയിപ്പോൾ ഒന്ന് കഴിപ്പിക്കട്ടെ. ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു.